പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇനിയില്ല. പോലീസ് അസോസിയേഷനുകൾ പുനഃക്രമീകരിച്ചു. പോലീസിൽ ഇനി 2 സംഘടനകൾ മാത്രം, പോലീസ് അസോസിയേഷനും പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനും മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, ഇടതുവിഭാഗമുള്ള പോലീസുകാരായിരുന്നു നേരത്തെ ഈ സംഘടന രൂപീകരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇതിപ്പോൾ സർക്കാർ മാറി വരുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തെ, ആ നീക്കത്തെ എങ്ങനെ കാണണം ആർ അനന്തകൃഷ്ണൻ? പ്രജീഷ്, പോലീസിന്റെ സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണിയാണ് UDF സർക്കാർ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ, ഇങ്ങനെ 3 സംഘടനകളായിരുന്നു പോലീസിൽ ഉണ്ടായിരുന്നത്. ആ സംഘടനാ തലത്തിലാണ് അഴിച്ചുപണി വരുത്തിയിരിക്കുന്നത്, പുനഃക്രമീകരണം വരുത്തിയിരിക്കുന്നത്. ഇനി കേരള പോലീസിൽ 2 സംഘടനകൾ മാത്രമാണ്. ഒന്ന് കേരള പോലീസ് അസോസിയേഷനും മറ്റൊന്ന് കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനും. അതിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇതോടെ ഇല്ലാതാവുകയാണ്. ആ സംഘടനയെ കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ ലയിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്കറിയാം, ഇപ്പോൾ CR ബിജുവും ഒപ്പം തന്നെ ആർ പ്രശാന്തും പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള അസോസിയേഷനാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. ആ സംഘടനയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. മാത്രമല്ല, സംഘടനയുടെ പുനഃക്രമീകരണവും കൂടി വരുത്തിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. നിലവിൽ കേരള പോലീസ് അസോസിയേഷനിൽ നേരത്തെ സിവിൽ പോലീസ് ഓഫീസർ മുതൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ വരെയുള്ള പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് മാറ്റി ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ASI, ഗ്രേഡ് SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. അതിനൊപ്പം തന്നെ SI മുതൽ നോൺ IPS SP-മാർ വരെയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ 2 സംഘടന. അതിനൊപ്പം തന്നെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സ്വത്തുവകകളെല്ലാം സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശവും ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സംഘടന ഇല്ലാതാകുന്നതോടുകൂടി പുതിയ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം DGPക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷം 30/9/2026 തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി ഈ 2 സംഘടനകളുടെയും ഭാരവാഹികളെ, എല്ലാ തലത്തിലുമുള്ള ഭാരവാഹികളെ നിശ്ചയിക്കാനും ഒപ്പം തന്നെ ഈ 2 സംഘടനകളുടെയും തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്